ഹായ് കൂട്ടുകാരെ, സച്ചി രേവതിയുടെ മറ്റൊരു അടിപൊളി സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെയ്യാതെ കിടക്കുന്ന രേവതിയെ പരിചരിക്കുകയാണ് സച്ചി. തന്നെ സ്നേഹപൂർവ്വം പരിചരിക്കുന്ന സച്ചിയെ സ്വയം മറന്ന് ഇറുകെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ രേവതി തന്നെ ഇറുക്കെ കെട്ടിപ്പിടിക്കുന്നതും സച്ചിക്കാണെങ്കിലും സ്വയം നിയന്ത്രിക്കാനാകുന്നില്ല. അങ്ങനെ ആ രാത്രിയിൽ സച്ചിക്കും രേവതിക്കുമിടയിൽ നടക്കേണ്ടതെല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു രാത്രിയിൽ അവർ രണ്ടുപേരും പൂർണ്ണമായിട്ടും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നാവാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ എണീക്കുന്ന രേവതിയാണെങ്കിൽ വളരെയധികം നാണത്തോടെയായിരിക്കും എണീക്കുന്നത്. എണീക്കാൻ നോക്കുന്ന അവളുടെ സാരി ആരോ പിടിച്ചു വലിക്കുന്നത് പോലെ തോന്നുമ്പോൾ അത് സച്ചിയാണെന്ന് കരുതി നാണത്തോടെ അവൾ തിരിഞ്ഞു നോക്കുന്നതും എന്റെ സാരിയുടെ മീതെ കിടന്നിറങ്ങുന്ന സച്ചിയാണ് രേവതി കാണുന്നത്. രേവതി നാണത്തോടെ മെല്ലെ ആ സാരി വലിച്ചെടുത്ത് കുളിക്കാനായിട്ട് വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട്. കുളി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും കഴിഞ്ഞു പോയ രാത്രിയുടെ അവശേഷിപ്പും നാണവുമൊന്നും രേവതിയിൽ നിന്നും മായുന്നില്ല. ചുണ്ടിൽ ഒരു പുഞ്ചിരിയോടെ റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്നത് നേരെ ചന്ദ്രമതിയുടെ മുമ്പിലേക്കാവും. നാണത്തോടെയും പുഞ്ചിരിയോട് കൂടിയും വരുന്ന രേവതിയെ സംശയത്തോടെ നോക്കുകയാണ് കേട്ടോ അവരെ. സൂക്ഷിച്ചു നോക്കുന്നതും കാര്യം മനസ്സിലാകുന്ന ചന്ദ്രമതിക്ക് സന്തോഷത്തിന് പകരം ദേഷ്യമാണ് ഉണ്ടാകുന്നത്. കാരണം സുധിക്കു മുമ്പ് സച്ചിക്കൊരിക്കലും ഒരു കുഞ്ഞു പിറക്കരുത് എന്നായിരിക്കും അവരുടെ ആഗ്രഹം. കാരണം രവീന്ദ്രൻ ഉണ്ടാകുന്ന ആദ്യത്തെ പേരക്കുട്ടിക്ക് തന്റെ സ്വത്ത് മുഴുവൻ എഴുതി കൊടുക്കാമെന്ന് അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടാകും. ആ ഒരു ഭാഗ്യം സച്ചിക്കെങ്ങാനും കിട്ടുമോ എന്നുള്ള രീതിയിൽ ദേഷ്യത്തോടെ അവളെ തന്നെ നോക്കായിരിക്കും ചന്ദ്രമതി. അത് കൂടാതെ സുധിയുടെ വിവാഹം കഴിയുന്നതോടെ രേവതിയെ എല്ലാ കാര്യത്തിനും കുറ്റപ്പെടുത്തുകയായിരിക്കും ചന്ദ്രമതി. രാശിയില്ലാത്തവളാണെന്നൊക്കെ പറഞ്ഞ് അവളെ എപ്പോഴും അപമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ ഓരോന്ന് ആലോചിക്കുന്നതിനിടയിൽ പൂജാമുറിയിലേക്ക് വിളക്ക് കൊളുത്താൻ പോകുന്ന രേവതിയെ കണ്ട് അവളെ തടയുന്നുണ്ട്. നീ അത് ചെയ്യേണ്ടെന്നും ശ്രുതി ചെയ്തോളുമെന്നൊക്കെ പറയുമ്പോ ശ്രുതി എണീറ്റിട്ട് കൂടിയില്ല. ഇപ്പൊ തന്നെ നേരം വൈകി, ഇനി ഇതൊക്കെ എപ്പോ ചെയ്യാനാന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയെ തടഞ്ഞുകൊണ്ട് രേവതി തന്നെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണ്. രേവതിയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് ഇവളെന്താ ഇത്ര സമയമായിട്ടും എണീക്കാത്തതൊന്നും ചിന്തിച്ച് ശ്രുതിയെ പോയി വിളിക്കുന്നുണ്ട് ചന്ദ്രമതി. ആ സമയം ശ്രുതി പുറത്തേക്ക് വരുന്നതോ ബ്രഷും വായിൽ വെച്ചോണ്ടായിരിക്കും. അത് കാണുന്നതും ഒരു പുച്ഛച്ചിരിയോടെ ചന്ദ്രമതിയെ നോക്കാണ് രേവതി. മോൾ ഇപ്പോൾ എഴുന്നേൽക്കുന്നേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോ അതെ ആന്റി, എണീക്കാനേ തോന്നുന്നില്ല, കുറച്ചു നേരം കൂടി ഉറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ പാർലറിൽ പോകണ്ടേന്ന് വിചാരിച്ചപ്പോൾ വേഗം എഴുന്നേറ്റതാണെന്നൊക്കെ പറയുമ്പോ അതൊക്കെ പോട്ടെ, നീ എന്ത് ബ്രഷുമായിട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ടാങ്കിൽ വെള്ളം തീർന്നെന്നാ തോന്നുന്നത്, ആന്റി പോയി ആ മോട്ടർ ഒന്ന് ഓണാക്കാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം മോളെ, മോള് പോയി റെഡി ആവെന്നും പറഞ്ഞുകൊണ്ട് അവളെ റൂമിലേക്ക് തന്നെ പറഞ്ഞയക്കുന്നുണ്ട് ചന്ദ്രമതി. പിന്നീട് കാണിക്കുന്നത് പ്രസവ വേദന കൊണ്ട് പുളയുന്ന രേവതിയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോവാണ്. ആശ്വസിപ്പിച്ചുകൊണ്ട് സച്ചി കൂടെ തന്നെ ഉണ്ട്. ശേഷം ടെൻഷനോടെ അങ്ങനെ പുറത്ത് നിൽക്കുകയാണ് സച്ചി. അല്പസമയത്തിനകം ഡോക്ടർ പുറത്തേക്ക് വന്നേ സച്ചിക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഡോക്ടറുടെ പിന്നാലെ നഴ്സുമാര് 2 കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നത് കാണുന്നതും ഹമ്പരപ്പോടെ രണ്ടോന്ന് ചോദിക്കും. പിന്നാലെ തന്നെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് വീണ്ടും 2 നഴ്സുമാർ കൂടെ വരുമ്പോ 2 അല്ല 4 കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്കെന്ന് ഡോക്ടർ പറയുന്നതും 4 അയ്യോ എനിക്ക് ഇത്രയൊന്നും കുഞ്ഞുങ്ങളെ വേണ്ട, ഇപ്പൊ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക്, അതിനിടയിൽ 4 കുഞ്ഞുങ്ങളെയൊന്നും എനിക്ക് വേണ്ടെന്നും പറഞ്ഞ് ഉറക്കത്തിൽ കിടന്ന് കരയാണ് സച്ചി. അപ്പൊ ഇത് സച്ചി കാണുന്ന ഒരു സ്വപ്നമായിരിക്കൂട്ടോ. അപ്പൊ സച്ചിയുടെ കരച്ചിൽ കേട്ട് രവീന്ദ്രനും പിന്നാലെ രേവതിയും അവിടേക്ക് വരുന്നുണ്ട്. എന്ത് പറ്റിയെന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് സച്ചി ഉറക്കത്തിൽ കിടന്ന് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറിയാതെ ചെയ്തു പോയതാണ്, എനിക്ക് 4 കുട്ടികൾ വേണ്ട, ഒരു കുഞ്ഞ്, അതുമല്ലെങ്കിൽ 2 കുഞ്ഞ്, അത് മതി എനിക്കെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോ ആകെ നാണം കിടുന്നുണ്ട് കേട്ടോ രേവതി. ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുന്ന രവീന്ദ്രനാണെങ്കിൽ രേവതിയോട് സച്ചിയെ വിളിക്കാനായിട്ട് പറയുന്നുണ്ട്. രേവതി അങ്ങനെ സച്ചിയെ കുലുക്കി വിളിക്കുന്നതും കണ്ണു തുറക്കുന്ന സച്ചി അവിടെ അച്ഛനെ കണ്ട് അച്ഛൻ എപ്പോഴോ ഹോസ്പിറ്റലിൽ വന്നേന്ന് ചോദിക്കും. രേവതിയെ കാണുന്നതും അല്ല നിന്നെ എപ്പോഴോ ഡിസ്ചാർജ് ചെയ്തേ, നമ്മുടെ കുട്ടികളെ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോ എന്താണ് നീ പറയുന്നതെന്ന് രവീന്ദ്രൻ ചോദിക്കുന്നതും രേവതി പ്രസവിച്ചു അച്ഛാ 4 കുട്ടികളെന്നൊക്കെ പറയുമ്പോ നീ എന്താ സ്വപ്നം കണ്ടോന്ന് ചോദിക്കുമ്പോ ആയിരിക്കും അത് സ്വപ്നമാണെന്ന് സച്ചിക്ക് മനസ്സിലാകുന്നത്. സച്ചി ആകെ ചമ്മി പോവാണ് കേട്ടോ ചെയ്യുന്നത്. കാര്യം മനസ്സിലാകുന്ന രവീന്ദ്രൻ നിറഞ്ഞ മനസ്സോടെ അവരെ 2 പേരെയും നോക്കിയിട്ട് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. സച്ചിയാണെങ്കിൽ രേവതിക്ക് മുഖം കൊടുക്കാതെ നേരെ വാഷ്റൂമിലേക്ക് പോവുകയാണ്. ശേഷം സച്ചിക്കുള്ള ഡ്രസ്സെല്ലാം എടുത്തു വെച്ച് കിച്ചണിലേക്ക് തന്നെ പോവുകയാണ് രേവതി ആണെങ്കിൽ ആകെ കിളി പോയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. അവളുടെ പതിവ് കാര്യങ്ങളൊക്കെ തെറ്റുന്നുണ്ട്. ചായ ഇടാത്തതിന് ചന്ദ്രമതി വഴക്ക് പറയുന്നുണ്ടെങ്കിലും ചിരിയോടെ തന്നെ ആയിരിക്കും രേവതി നിൽക്കുന്നത്. അതേസമയം ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സച്ചിയാണെങ്കിലോ താൻ സ്വപ്നം കണ്ടതിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. രേവതി എല്ലാവർക്കും ചായ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അതിൽ പതിവിൽ കൂടുതൽ മധുരം ചേർത്തിട്ടുണ്ടാകും. അതിനും ചന്ദ്രമതി വഴക്ക് പറയുമ്പോൾ ചിരിയോടെ കേട്ട് നിൽക്കുക മാത്രമാണ് കേട്ടോ രേവതി ചെയ്യുന്നത്. അവരങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ സച്ചി ടെൻഷനോടെ ഓടി വന്നേ അച്ഛാ ഞാനൊരു കാര്യം ചോദിച്ചാൽ അച്ഛൻ സത്യം പറയോ, അച്ഛനെ എപ്പോഴാ അച്ഛൻ ഉണ്ടായതെന്നൊക്കെ ചോദിക്കുമ്പോ അതറിഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് എന്തിനാണെന്ന് ചോദിക്കുന്നതും
അതൊക്കെ ഉണ്ട്. പറ അച്ഛ, അച്ഛമ്മയുടെയും അച്ഛച്ചന്റെയും കല്യാണം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞിട്ട് അച്ഛൻ ഉണ്ടായതെന്നൊക്കെ ചോദിക്കുമ്പോ കുറെ കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്, പക്ഷെ എത്ര കാലം കഴിഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ലെന്നൊക്കെ അച്ഛൻ പറയുമ്പോ ഇനി എന്ത് ചെയ്യും, അതൊക്കെ പോട്ടെ, അച്ഛന് എത്ര നാൾ കഴിഞ്ഞിട്ടാ ഈ സുതി ഉണ്ടായതെന്നൊക്കെ ചോദിക്കുമ്പോ നിന്റെ അമ്മയല്ലേ അവനെ പ്രസവിച്ചത്, അപ്പൊ ചന്ദ്രയോട് പോയി ചോദിക്കെന്ന് പറയും. ഒന്ന് മിണ്ടാതിരിക്കെന്നൊക്കെ പറഞ്ഞ് രേവതി സച്ചിയെ തടയാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും സച്ചി ആ ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആ ചോദ്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതും ശ്രുതി ഒരു ചിരിയോടെ രേവതിയെ നോക്കുന്നുണ്ട്. രേവതി ആണെങ്കിൽ ആകെ നാണം കെട്ട് മെല്ലെ അവിടുന്ന് സ്കൂട്ടാവാണ് ചെയ്യുന്നത്. ഒടുവിൽ സച്ചിയുടെ ചോദ്യത്തിന് രവീന്ദ്രൻ ഉത്തരം കൊടുക്കുമ്പോ ഇവനിത് എന്തൊക്കെയാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, രാവിലെ മുതൽ എപ്പോ ജനിച്ച് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇവൻ എന്താ കിറുക്ക് പിടിച്ചോന്ന് ചോദിച്ച് ചന്ദ്രമതി ദേഷ്യപ്പെടുമ്പോ കിറുക്ക് പിടിക്കാതിരിക്കാനാണ് ഞാൻ ഇത് ചോദിക്കുന്നത്, നിങ്ങളൊന്നും മിണ്ടാതിരിയെന്നും പറഞ്ഞുകൊണ്ട് സച്ചി വീണ്ടും ടെൻഷനോടെ റൂമിലേക്ക് പോവുകയാണ്. സ്വപ്നം കണ്ടതുപോലെ തന്റെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളിൽ തനിക്ക് അത്രയധികം കുഞ്ഞുങ്ങളെങ്ങാനും പിറന്നു പോകുമോ എന്നുള്ളൊരു ടെൻഷനിലായിരിക്കും സച്ചി. പിന്നീട് അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഷെൽഫിൽ നിന്നും തന്റെ ഡ്രസ്സ് എടുക്കാനായിട്ട് നോക്കുന്ന സച്ചിക്ക് താൻ എടുത്തു വെച്ച ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നുണ്ട് രേവതി. ഇതെന്താ ഇപ്പൊ ഒരു പുതിയ രീതി, ഇത്രയും ദിവസം ഞാനല്ലേ എനിക്ക് വേണ്ട ഡ്രസ്സ് എല്ലാം എടുത്തു വെച്ചിരുന്നതെന്നൊക്കെ പറയുമ്പോ ഇത്രയും ദിവസത്തെ കാര്യം പോട്ടെ, ഇനി മുതൽ ഇങ്ങനെ ആയിരിക്കുമെന്നൊക്കെ രേവതി പറയുമ്പോ ഒരു ചിരിയോടെ അവളുടെ കയ്യിൽ നിന്നും ആ ഡ്രസ്സ് വാങ്ങുകയാണ് സച്ചി. ഡ്രസ്സ് മാറുന്നതിനിടയിൽ തന്നെ ചിരിയോടെ നോക്കി നിൽക്കുന്ന രേവതിയോട് തിരിഞ്ഞു നിൽക്കാൻ പറയുന്നുണ്ട് സച്ചി. അവൻ അങ്ങനെ ഡ്രസ്സ് മാറി കഴിയുന്നതും സച്ചിയുടെ ഷർട്ട് ഇൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് രേവതി. ആദ്യമൊക്കെ അവനെ എതിർക്കുന്നുണ്ടെങ്കിലും പിന്നീട് രേവതിയുടെ നിർബന്ധത്തിന് വഴങ്ങി സമ്മതിക്കുകയാണ്. തുടർന്ന് അങ്ങനെ ഷർട്ടൊക്കെ ഇൻ ചെയ്ത് നല്ലൊരു ഗെറ്റപ്പിൽ പുറത്തേക്ക് വരുന്ന സച്ചിയെ കണ്ട് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് രവീന്ദ്രനും ശ്രീകാന്തും. ചന്ദ്രമതിയും സുതിയും ഒക്കെ ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചെന്നുള്ള രീതിയിൽ അമ്പരപ്പോടങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. നന്നായിടാ, കുഞ്ഞുനാളിൽ ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഷർട്ടൊക്കെ ഇൻ ചെയ്ത് നടക്കാൻ, അപ്പോഴൊന്നും നീ കേട്ടില്ല, ഇപ്പൊ പറയേണ്ട ആൾ പറഞ്ഞപ്പോൾ നീ ചെയ്തല്ലോ, എന്തായാലും അച്ഛന് സന്തോഷമായെന്നൊക്കെ പറയുന്നുണ്ട് രവീന്ദ്രൻ. പിന്നീട് സച്ചിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാൻ തുടങ്ങുന്ന രേവതിയോട് വേണ്ടെന്നും ഇപ്പൊ തന്നെ ടൈം ഒരുപാട് വൈകി, ഞാൻ ഇന്ന് പുറത്ത് നിന്ന് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് സച്ചി പോവാനൊരുങ്ങുമ്പോ സച്ചിയുടെ പിറകിലൂടെ വന്ന് രേവതി അവന്റെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സച്ചി ഒരു വല്ലാത്ത ഭാവത്തോടെ രേവതിയെ നോക്കുന്നതും സച്ചി അവിടെ പിടിച്ചിരുത്തി താൻ വിളമ്പിയ ഭക്ഷണം മുഴുവൻ അവന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി. ഇതെല്ലാം കണ്ട് കണ്ണും തള്ളി നോക്കി നിൽക്കുകയാണ് ചന്ദ്രമതിയും സുതിയും ഭാര്യയും എല്ലാം. പക്ഷേ രവീന്ദ്രനും ശ്രീകാന്തിനും ഒക്കെ അത് ഒത്തിരി സന്തോഷമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നീട് രേവതി അങ്ങനെ അച്ഛനും ശ്രീക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. സച്ചി അങ്ങനെ രേവതിയോട് യാത്ര പറഞ്ഞു പോകുന്നതും രേവതിയും സച്ചിയുടെ പുറകെ ചെല്ലുന്നുണ്ട്. സച്ചി എങ്ങനെ കാറിൽ കയറി പോകാൻ ഒരുങ്ങുന്നതും രേവതി ബായ് എന്നും പറഞ്ഞ് ടാറ്റ കൊടുക്കുന്നുണ്ട്. സച്ചി പുറത്തേക്ക് ഇറങ്ങി വന്ന് എന്തിനാ വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ വിളിച്ചില്ലല്ലോ എന്ന് പറയുന്നതും പിന്നെന്തിനാ കൈ കാണിച്ചതെന്ന് ചോദിക്കും. ഇത് ഞാൻ ടാറ്റ തന്നതല്ലേ എന്നൊക്കെ പറയുമ്പോ ഞാൻ എന്താ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോ എനിക്ക് ടാറ്റ തരാനെന്നൊക്കെ ചോദിക്കുമ്പോ അതല്ല, വീടുകളിൽ പൂ വിൽക്കാൻ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ പുറത്തേക്ക് പോകുമ്പോൾ ഭാര്യ ടാറ്റ കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാനും എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ ഒരു ഫോട്ടോ എടുക്കല്ലേ എന്ന് ചോദിക്കും. ആരുടെ, നിന്റെ ഫോട്ടോയോ എന്നൊക്കെ ചോദിക്കുമ്പോ അല്ല നമ്മുടെ, നിങ്ങളുടെ ഫോണിൽ ഒരു സെൽഫി എടുക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ സച്ചി ഫോൺ എടുത്തുകൊണ്ട് രേവതിയെ ചേർത്ത് പിടിച്ച് അവരുടെ രണ്ടുപേരുടെയും സെൽഫി എടുക്കുന്നുണ്ട്. തുടർന്ന് സച്ചിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ആ ഫോട്ടോ നോക്കിയിട്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് രേവതി. ശേഷം സച്ചി യാത്ര പറഞ്ഞു പോകുന്നതും എന്തോ മറന്നെന്ന പോലെ തിരിച്ചു വന്ന് അവളുടെ അടുത്ത് തന്നെ പതുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് മെല്ലെ മെല്ലെ രേവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ സച്ചി വരുന്നതും രേവതിയും പിറകിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രേവതി അങ്ങനെ ചുമരിൽ തട്ടി നിൽക്കുന്നതും വല്ലാത്തൊരു ഭാവത്തോടെ അവളെ നോക്കിയിട്ട് അവളുടെ കവിളിൽ മെല്ലെ ഒന്ന് ചുംബിക്കുന്നുണ്ട് സച്ചി. രേവതി ആണെങ്കിൽ ആരെങ്കിലും കണ്ടോന്നുള്ള രീതിയിൽ ചുറ്റും നോക്കിയിട്ട് നാണത്തോടെ അങ്ങനെ നിൽക്കായിരിക്കും. സച്ചിയും ഒരു ചിരിയോടെ അവളെ തന്നെ കുറച്ചു നേരം നോക്കി നിന്നതിന് ശേഷം അവളോട് യാത്ര പറഞ്ഞു പോകുകയാണ്. പോകുന്നതിനിടയിൽ ഞാൻ ഇൻ ചെയ്തത് അയച്ചിട്ടോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോ അതെന്തിനാ, ഫ്രണ്ട്സ് എല്ലാം കളിയാക്കുമോ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോ അതുകൊണ്ടൊന്നുമല്ല, സവാരി ഇല്ലാത്തപ്പോൾ ഞാൻ കാറിൽ AC ഇടാറില്ല, അപ്പൊ ചൂടെടുക്കുമെന്നൊക്കെ സച്ചി പറയുന്നതും അതിന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ രേവതി. സച്ചിയുടെ കാർ നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു ടാക്സി കാർ വാടകയ്ക്ക് എടുത്ത് അതിൽ ടാക്സി ഓടായിരിക്കട്ടോ സച്ചി. അങ്ങനെ പരസ്പരം വളരെയധികം സന്തോഷത്തോടെ സച്ചി അങ്ങനെ യാത്ര പറഞ്ഞ് ജോലിക്ക് പോവാണ്. ഇവരുടെ സ്നേഹപ്രകടനങ്ങളെല്ലാം മുകളിൽ നിന്ന് രവീന്ദ്രൻ കാണുന്നുണ്ടാകും. തന്റെ മകന്റെ മാറ്റത്തിൽ ഒത്തിരി സന്തോഷമുണ്ടാക്കുന്നുണ്ട് അദ്ദേഹത്തിന്. രേവതി അങ്ങനെ നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന രവീന്ദ്രനെ കാണുമ്പോൾ ആകെ ചമ്മി നാണം കെടുന്നുണ്ടെങ്കിലും ഒരു പുഞ്ചിരിയോടെ രവീന്ദ്രൻ പിന്തിരിഞ്ഞ് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. രേവതിയാണെങ്കിലും നിറഞ്ഞ പുഞ്ചിരിയോടെ അകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ്. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.